അടുത്തതായി ആൻജിയോസ്പേം അഥവാ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ സീഡിന് എന്തൊക്കെ അഡ്വാൻറ്റേജുകളാണ് മറ്റ് പ്ലാന്റ്സിനെ അപേക്ഷിച്ച് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് സീഡ് ജെർമിനേഷന് അവർക്ക് വാട്ടർ വളരെ എസെൻഷ്യലാണ്. നമ്മൾ പഠിച്ച മുമ്പത്തെ പ്ലാന്റ്സുകളൊക്കെ വേറെ പ്ലാന്റ്സുകൾ ഇപ്പോൾ ഈ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ആ ഫ്ലവറിംഗ് പ്ലാന്റ്സുകൾക്ക് ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിലോ അതിൻ്റെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റുകൾ നടക്കണമെങ്കിലോ അല്ലെങ്കിൽ ഗാമെറ്റ് ഫോർമേഷനോ അതിൻ്റെ ഫ്യൂഷനോ ഒന്നും തന്നെ വാട്ടർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അല്ലെങ്കിൽ പോളിനേഷൻ നടക്കണമെങ്കിൽ ഒന്നും വാട്ടർ അത്ര കമ്പൽസറി ആയിട്ടുള്ള ഒരു മീഡിയമല്ല. പക്ഷേ സീഡ് ഡിസ്പേഴ്സൽ അല്ലെങ്കിൽ സീഡ് ജെർമിനേറ്റ് ചെയ്യണമെങ്കിൽ വാട്ടർ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കമ്പോണൻറ്റ്. സോ സീഡ് ജെർമിനേഷന് വാട്ടർ ഡിപ്പെൻഡബിളാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ മറ്റ് ഇവൻറ്റുകൾ ആൻജിയോസ്പേമിൽ വാട്ടർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പോളിനേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ ആണെങ്കിലും ഒന്നിനും തന്നെ ആൻജിയോസ്പേമിൽ വാട്ടർ അത്ര എസെൻഷ്യൽ അല്ല. പക്ഷേ സീഡ് ജെർമിനേഷൻ നടക്കണമെങ്കിൽ അല്ലെങ്കിൽ സീഡ് ഡിസ്പേഴ്സലിന് നമ്മുടെ വാട്ടർ ഡിപ്പെൻഡൻ്റ് ആണ്. രണ്ടാമത് ഈ ആൻജിയോസ്പേമിൻ്റെ സീഡുകൾ ഡിസ്പേഴ്സ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള സ്ട്രാറ്റജീസാണ് അവർ അപ്ലൈ ചെയ്യുന്നത്. സോ ആൻജിയോസ്പേം സീഡ് ഡിസ്പേഴ്സ് ചെയ്യണമെങ്കിൽ ഏറ്റവും അഡാപ്റ്റീവായുള്ള ഏറ്റവും നല്ല ബെറ്റർ സ്ട്രാറ്റജീസിലൂടെ അവർ കടന്നു പോകുന്നു. ആ ബെറ്റർ സ്ട്രാറ്റജീസ് വഴി സീഡുകളൊക്കെ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് ന്യൂ ഹാബിറ്റുകളിൽ അവർ പുതിയ സ്പീഷീസുകൾ ന്യൂ ഹാബിറ്റിൽ പോയി അവിടെ സർവൈവ് ചെയ്ത് പുതിയ സ്പീഷീസ് അവരുടേതായ ഒരു സ്പീഷീസ് ആ ന്യൂ ഹാബിറ്റുകളിലൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്യുന്നു. അത്രമാത്രം ബെറ്റർ സ്ട്രാറ്റജീസിലൂടെയാണ് ആൻജിയോസ്പേമിൻ്റെ സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നത്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഈ ആൻജിയോസ്പേമിൻ്റെ സീഡുകൾ ഹാർഡ് സീഡ് കോട്ടാണ്. ആ ഹാർഡ് സീഡുകൾ അതിൻ്റെ ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്ക് നല്ല പ്രൊട്ടക്ഷനാണ് കൊടുക്കുക. സോ ഹാർഡ് സീഡ് കോട്ട് ഓഫ് ആൻജിയോസ്പേം സീഡ് അതിൻ്റെ യങ് എംബ്രിയോയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. നാലാമതായിട്ട് അവരുടെ കോട്ടിലിഡൻ സോ ഹാവ് സഫിഷ്യൻറ്റ് ഫുഡ് റിസർവുകൾ ടു നറിഷ് സീഡ്ലിങ്സ്. സോ സീഡ്ലിംഗ് ആയിട്ട് മാറാനുള്ള ഇനഫ് എമൗണ്ട് ഓഫ് ഫുഡ് റിസർവ് അവരുടെ കോട്ടിലിഡനിൽ കോട്ടിലിഡൻ ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ. ആ കോട്ടിലിഡനിൽ ഫുൾ റിസർവ് ഫുഡ് മെറ്റീരിയലാണ്. സോ സീഡ്ലിംഗ് ആയിട്ട് മാറാനുള്ള സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ആൻജിയോസ്പേമിൻ്റെ സീഡിൻ്റെ കോട്ടിലിഡനിൽ കാണും. അടുത്തത് അവർക്ക് ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പ്രോഡക്റ്റാണ് ആൻജിയോസ്പേം സീഡ്. അപ്പോൾ എന്തുണ്ടാവും? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പാരൻസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. രണ്ട് പാരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ജനറ്റിക് കോമ്പിനേഷനാണ്. സോ ജനറേറ്റ് ന്യൂ ജനറ്റിക് കോമ്പിനേഷൻ. രണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ പാരൻറ്റിൻ്റെ കോമ്പിനേഷൻ ഉള്ളതുകൊണ്ട് രണ്ട് ജനറ്റിക് കോമ്പിനേഷൻ നടക്കുന്നത് കൊണ്ട് അവിടെയാണ് ഓഫ് സ്പ്രിങ്സിൽ മോർ വേരിയേഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ മോർ വേരിയേഷൻ ഉണ്ടാവുമെന്ന് നമ്മൾ പഠിച്ചു. സോ ആ വേരിയേഷൻസ് അവരെ ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് വന്നാലും അഡാപ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. സോ ആൻജിയോസ്പേമിൻ്റെ സീഡ് എന്താണ്? ജനറേറ്റ് ന്യൂ ജനറ്റിക് കോമ്പിനേഷൻ. രണ്ട് കോമ്പിനേഷൻ വരുന്നത് കൊണ്ട് അവരിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ടാവും. അവർക്ക് ഈസിലി ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റ് കണ്ടീഷൻസിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്തതായത് ഈ സീഡ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറിൻ്റെ ഒരു ബേസാണ്. സോ സീഡിൽ വെച്ചിട്ടാണ് നമ്മുടെ അഗ്രികൾച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫുഡ് സെക്ടറാണ് അഗ്രികൾച്ചർ. സോ അഗ്രികൾച്ചറിൻ്റെ ഏറ്റവും ബേസിസ് എന്ന് പറയുന്നത് ഈ സീഡുകളാണ്. നോക്കുകയാണെങ്കിൽ അടുത്തത് ഡീഹൈഡ്രേഷൻ ആൻഡ് ഡോർമൻസി. സോ സീഡിൻ്റെ ഡീഹൈഡ്രേഷൻ അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ഇല്ലാതാവുന്നു. സീഡ് മെച്യൂർ ആകുമ്പോൾ നമ്മൾ പറഞ്ഞു അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ഇല്ലാതെയായി മാറും. അതുപോലെ അതിൻ്റെ ഇനാക്റ്റീവ് സ്റ്റേജ് ഡോർമൻസി, എത്ര നാൾ അതിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റി സ്ലോ ഡൗൺ ആയിട്ടിരിക്കും, ആ ഡോർമൻസി. സോ ഡീഹൈഡ്രേഷനും ഡോർമൻസിയും ഒരു സീഡ് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ആ സീഡിൻ്റെ അഡ്വാൻറ്റേജുകളാണ്. എത്രത്തോളം ഡീഹൈഡ്രേറ്റഡ് ആണ് ആ സീഡ്, എത്രത്തോളം ഡോർമൻസി പീരീഡിലൂടെ ആ സീഡിന് കടന്നു പോകാമെന്നുള്ളത് ഒരു പെർട്ടിക്കുലർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. എന്തിനു വേണ്ടിയിട്ട്? അതിനനുസരിച്ചിട്ട് ആ സീഡിനെ നമുക്ക് അതുപോലെ സ്റ്റോർ ചെയ്യാം. സോ സീഡ് സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവാൻ പാടില്ല. ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് അല്ലെങ്കിൽ മോയ്സ്ചർ സീഡിലുണ്ടെങ്കിൽ ആ സീഡൊക്കെ ഡിസ്ട്രോയ് ചെയ്ത് സീഡൊക്കെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഡോർമൻസി പീരീഡ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സീഡാണെങ്കിൽ അത്രയും കാലം നമുക്ക് ആ സീഡിനെ സ്റ്റോർ ചെയ്യാം. സോ സീഡിനെ സ്റ്റോർ ചെയ്യാനുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഡീഹൈഡ്രേഷനും ഡോർമൻസിയും. ഇനി ക്രൂഷ്യൽ ഫോർ സ്റ്റോറേജ് ഓഫ് സീഡ്സ് നമ്മൾ പറഞ്ഞു. സോ സീഡിനെ സ്റ്റോർ ചെയ്യാനുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറുകളാണ് ഡോർമൻസിയും ഡീഹൈഡ്രേഷൻ. എന്തിനാണ്? ഇങ്ങനെ സ്റ്റോർ ചെയ്ത സീഡുകളെയാണ് നമ്മൾ ഫുഡായിട്ട് ത്രൂ ഔട്ട് ദ ഇയർ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന റൈസ്, വീറ്റ്, അതൊക്കെ നമ്മൾ സീഡുകൾ തന്നെയാണ്. നമ്മൾ ത്രൂ ഔട്ട് ദ ഇയർ കൺസ്യൂം ചെയ്യുന്ന മിക്കവാറും എല്ലാ പൾസസും എല്ലാം അതിൻ്റെ സീഡുകളാണ്. ആ ത്രൂ ഔട്ട് ദ ഇയർ നമ്മൾ ഫുഡായിട്ട് കൺസ്യൂം ചെയ്യുന്നത് ഇതേ സീഡുകളാണ്. അതേപോലെ ഈ സീഡിനെ നമുക്ക് നെക്സ്റ്റ് സീസണിൽ ഒരു ക്രോപ്പ് റേസ് ചെയ്യാനായിട്ട്, ഒരു ക്രോപ്പ് പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതും
ഇതേ സീഡുകളാണ്. സോ ഈ സീഡ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫുഡായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ത്രൂ ഔട്ട് ദ ഇയർ. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് സീസണിൽ ക്രോപ്പിനെ റേസ് ചെയ്യണമെങ്കിൽ, ക്രോപ്പ് പ്രൊഡക്ഷൻ നടത്തണമെങ്കിലും ഇതേ സീഡിനെ യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത സീഡുകളാണ് നമ്മുടെ നേച്ചറിൽ എന്തെങ്കിലും ഡ്രോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കലാമിറ്റീസ് വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റോറേജ് ചെയ്ത സീഡുകളാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ഇൻഷുറൻസ് എഗെയിൻസ്റ്റ് ഡ്രോട്ട്. ഇതുപോലത്തെ നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും കലാമിറ്റീസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ സ്റ്റോർ ചെയ്ത സീഡുകളാണ്. ഇത്രയാണ് സീഡിൻ്റെ അഡ്വാൻറ്റേജുകൾ.